മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഒരു ബ്ലാങ്ക് ഫ്രെയിം ലഭിക്കുന്നതിനായി മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഇവിടെ നാം 5 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള എഫക്റ്റുകൾക്കായി ഈ അസസ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക്സുകൾക്ക് വേണ്ടി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻസിൽ നിന്നും ട്രാവൽ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ക്യാംകോഡർ വി ഫൈൻഡർ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഗ്രാഫിക്സ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്ക് ബട്ടൺ കൊടുക്കുക. ട്രാൻസിഷൻ എഫക്റ്റിൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ഇവിടെ ക്ലിക്ക് ചെയ്ത് വിൻറ്റേജ് സ്ലൈഡ് എന്ന് ടൈപ്പ് ചെയ്യുക. വിൻറ്റേജ് സ്ലൈഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വേണ്ട 2 എഫക്റ്റുകളും കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ക്യാംകോഡർ വി ഫൈൻഡർ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത രീതികളിലുള്ള 8 എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് മൂന്നാമത്തെ ഈ ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത് നൽകാം. ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സിലെ ക്യാംകോഡർ വി ഫൈൻഡറിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ നൽകുക. ഇവിടെ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. വിൻറ്റേജ് സ്ലൈഡ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്ത് നൽകാം. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളുടെയും ആനിമേഷൻ സ്പീഡ് 1.5 തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ള എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് വിൻറ്റേജ് സ്ലൈഡിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ നൽകുക. ഇവിടെ എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും വേണ്ട എഫക്റ്റുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.